ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ന് നടന്ന 4th സ്റ്റാൻഡേർഡിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് പ്രവർത്തനം 1 എന്താണെന്ന് നോക്കാം. പാർക്കിംഗ് ഗ്രൗണ്ട് അല്ലേ. പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം സൂചിപ്പിക്കുന്ന ചിത്രം നോക്കൂ. ഒരു വാഹനത്തിൻ്റെ ചിത്രം 10 എണ്ണത്തെ സൂചിപ്പിക്കുന്നു. ചിത്രം നോക്കി ആകെ എണ്ണം കണക്കാക്കി എഴുതുക എന്നാണ് അല്ലേ. അപ്പോൾ ഒരു ചിത്രം 10 എണ്ണമാണ്. അപ്പോൾ കാറ് എത്ര എണ്ണം ഉണ്ടാവും കൂട്ടുകാരെ? 3 10 30 അല്ലേ. 3 10 30. ദെൻ 6 ബൈക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ 6 10 60. 4 സ്കൂട്ടി ഉണ്ട്. 4 10 40 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പാർക്കിംഗ് ചാർജ്. കാറ് പാർക്ക് ചെയ്ത ഇനത്തിൽ ആകെ എത്ര രൂപ കിട്ടി? കാറിൻ്റെ പാർക്കിംഗ് ചാർജ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 20 അല്ലേ. അപ്പോൾ എങ്ങനെ കണ്ടെത്തും? 30 × 20 അല്ലേ. 30 × 20 എത്രയാണ്? അതെ, എത്ര കൂട്ടുകാരെ ആൻസർ കിട്ടിയിട്ടുള്ളത്? 600 അല്ലേ. 600. ഓക്കെ, ദെൻ താഴെ തന്നതിന് ശരിയായ ടിക്കറ്റ് അല്ലേ. ശരിയായതിന് ബൈക്കിൻ്റെയും സ്കൂട്ടിയുടെയും എണ്ണം തുല്യമാണ്. കാറിൻ്റെ എണ്ണത്തിൻ്റെ ഇരട്ടിയാണ് ബൈക്കിൻ്റെ എണ്ണം. ഗ്രൗണ്ടിൽ 60 സ്കൂട്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. സ്കൂട്ടിയുടെ എണ്ണം ബൈക്കിൻ്റെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. ഇതിൽ ആൻസർ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണല്ലേ. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ദെൻ പ്രവർത്തനം 2 കലോത്സവം. ഈ വർഷത്തെ സ്കൂൾ കലോത്സവത്തിൽ വിവിധ ജില്ലകൾക്ക് കിട്ടിയ പോയിന്റ് വിവരമാണ് താഴെ തന്നിരിക്കുന്നത്. ജില്ല തിരുവനന്തപുരം ലഭിച്ച പോയിന്റ് 977, തൃശ്ശൂർ 1023, കണ്ണൂർ 1028, ഇടുക്കി 851, എറണാകുളം 978 അല്ലേ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ജില്ല ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏത് ജില്ലയാണ്? 1028 ഉണ്ട് അല്ലേ. 1028 ആർക്കാണ്? കണ്ണൂരിനാണ് അല്ലേ. അപ്പോൾ കണ്ണൂരല്ലേ ഫസ്റ്റ് വരിക. എ എന്നുള്ളതിൻ്റെ ഉത്തരം എന്താണ്? കണ്ണൂർ. ദെൻ പട്ടിക നോക്കി പോയിന്റുകളെ കൂടുതൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമപ്പെടുത്തി എഴുതൂ. അപ്പോൾ ആദ്യം ഏതായിരിക്കും വരിക? കൂടുതൽ നിന്ന് കുറഞ്ഞതിലേക്ക് അല്ലേ. 1028. ദെൻ ലാസ്റ്റ് നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി കലോത്സവത്തിൽ 1ാം സ്ഥാനക്കാർ 2ാം സ്ഥാനത്തേക്കാൾ എത്ര പോയിന്റ് കൂടുതൽ നേടി എന്നാണ് അല്ലേ. എത്ര പോയിന്റ് കൂടുതൽ നേടിയിട്ടുള്ളത്? 5 പോയിന്റ് ആണ് അല്ലേ. എത്ര കൂടുതലാണ്? 5 പോയിന്റ് കൂടുതൽ നേടി. ഓക്കെ, ദെൻ ഡി ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായതിന് ടിക്കിടുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ളതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് കൂട്ടുകാരെ? തന്നിട്ടുള്ളത് ശരിയായത് ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, ദെൻ പ്രവർത്തനം 3 പഠനോത്സവം. പഠനോത്സവത്തിന് 36 കളർ പേപ്പർ 4 ഗ്രൂപ്പുകൾക്ക് തുല്യമായി കൊടുത്തു. ഒരു ഗ്രൂപ്പിന് എത്ര പേപ്പർ കിട്ടി എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഒരു ഗ്രൂപ്പിന് എത്ര പേപ്പർ ആയിരിക്കും? 36/4 അല്ലേ. 36നെ 4 കൊണ്ട് ഹരിച്ച് നോക്കുക. എത്രയാണ് ആൻസർ കിട്ടുക? 9. ദെൻ ഒരു പേപ്പറിന് 2 രൂപ വീതം 36 പേപ്പർ വാങ്ങാൻ എത്ര രൂപ ചിലവാകും? എത്രയായിരിക്കും? ഒരു പേപ്പറിന് 2 ആകുമ്പോൾ 36 × 2 അല്ലേ. 36 × 2 72 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ദെൻ 80 പേന 3 കുട്ടികൾ വ്യത്യസ്ത രീതികളിൽ പാക്കറ്റുകളിലാക്കി. അവർ എഴുതിയത് നോക്കൂ. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. റീന 5 പേന വീതം 16 പാക്കറ്റ്. സാബു 10 പേന വീതം 50 പേന 3 കുട്ടികളല്ലേ. അപ്പോൾ സാബു 10 പേന വീതം എത്ര പാക്കറ്റ് ആയിരിക്കും? 8 പാക്കറ്റ് അല്ലേ. ദെൻ സീന എത്ര പേന വീതമായിരിക്കും? 20 പേന വീതം 4 പാക്കറ്റ് അല്ലേ. 4 പാക്കറ്റ്. മറ്റ് സാധ്യതകളും മറ്റുത്തരങ്ങളും എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് 20 പേന വീതം 4 പാക്കറ്റ് എന്നാണ്. ദെൻ 27 മുത്ത് ഉപയോഗിച്ച് അബാക്കസിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? താഴെ തന്നതിൽ ശരിയായതിന് ടിക്കിടാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ആണല്ലേ വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രവർത്തനം 4A ഭാരം എഴുതാം എന്നുള്ളതാണല്ലേ. 4 കിൻഡൽ 50 കിലോഗ്രാം 450 കിലോഗ്രാം ആണല്ലേ. ഓക്കെ, അപ്പം നെക്സ്റ്റ് നോക്കൂ. തേങ്ങ എത്രയാണ് കൊടുത്തിട്ടുള്ളത്? തേങ്ങ എത്രയാണ്? 6 കിൻഡൽ 20 കിലോഗ്രാം എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. 6 കിൻഡൽ 20 കിലോഗ്രാം. അപ്പം അത് എത്ര കിലോഗ്രാം ആയിരിക്കും? അതെ, 620 കിലോഗ്രാം അല്ലേ. 620 കിലോഗ്രാം. ഇനി ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? അടയ്ക്ക 270 കിലോഗ്രാം എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം അത് നമ്മൾ എങ്ങനെ എഴുതും? ഈ 2 കിൻഡൽ 70 കിലോഗ്രാം അല്ലേ. 2 കിൻഡൽ
70 കിലോഗ്രാം അല്ലേ, 70 കിലോഗ്രാം. 2 കിൻഡല് 70 കിലോഗ്രാം എന്ന് എഴുതാം. ദെൻ കുരുമുളക് 1 കിൻഡല് 50 കിലോഗ്രാം. അപ്പോൾ എത്രയായി? യെസ്, 150 കിലോഗ്രാം ആയി അല്ലേ, 150 കിലോഗ്രാം. ദെൻ ബി ക്വസ്റ്റ്യൻ, കുരുമുളക് 3 ചാക്കിൽ തുല്യമായി നിറച്ചു വെച്ചു. ഒരു ചാക്ക് കുരുമുളകിൻ്റെ ഭാരം എത്ര? കുരുമുളക് 3 ചാക്കിലാണ് അല്ലേ. കുരുമുളക് നോക്കൂ, 1 കിൻഡൽ 50 കിലോഗ്രാം അല്ലേ, 150 കിലോഗ്രാം 3 പാക്കിൽ തുല്യമായിട്ട് നിറച്ചു വെച്ചു. അപ്പോൾ ഒരു ചാക്ക് കുരുമുളകിൻ്റെ ഭാരം എത്രയായിരിക്കും? 50 ആയിരിക്കും അല്ലേ, 50 ആയിരിക്കും. ദെൻ ചുവടെ കൊടുത്തവയിൽ ഒരു ടണ്ണിന് തുല്യമായത്. ഒരു ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. 100 കിലോഗ്രാം, 1 കിൻഡൽ, 100 കിൻഡൽ, 1000 കിലോഗ്രാം. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി അല്ലേ, 1000 കിലോഗ്രാം, 1000 കിലോഗ്രാം. ദെൻ പ്രവർത്തനം 4B, പെട്രോൾ പമ്പ്. ഒരു പമ്പിൽ നിന്നും 3 ദിവസം വിറ്റ പെട്രോളിൻ്റെ അളവ് താഴെ തന്നിരിക്കുന്നു അല്ലേ. അപ്പോൾ ഏത് ദിവസമാണ് കൂടുതൽ പെട്രോൾ വിറ്റത്? ഏത് ദിവസമാണ്? ചൊവ്വാഴ്ചയാണല്ലേ, ചൊവ്വാഴ്ചയല്ലേ. ഓക്കെ, ചൊവ്വാഴ്ചയാണ് ഏറ്റവും കൂടുതൽ വിറ്റത്. ദെൻ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വിറ്റ പെട്രോളിൻ്റെ ആകെ അളവ് എത്ര എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. എത്രയായിരിക്കും? 780 ലിറ്റർ 950 മില്ലി ലിറ്റർ ആണല്ലേ. 780 ലിറ്റർ 950 മില്ലി ലിറ്റർ. ദെൻ ബുധനാഴ്ച വിറ്റ പെട്രോളിനേക്കാളും എത്ര കൂടുതലാണ് ചൊവ്വാഴ്ച വിറ്റത്? ബുധനാഴ്ച വിറ്റതിനേക്കാളും എത്ര കൂടുതലാണ്? 20 ലിറ്റർ 350 മില്ലി ലിറ്റർ അല്ലേ, 350 മില്ലി ലിറ്റർ. ഓക്കെ, 350 മില്ലി ലിറ്റർ. ദെൻ ഡി എന്താണ്? 1 ലിറ്റർ പെട്രോളിന് 106 രൂപയാണ് വില. 2 ലിറ്റർ പെട്രോൾ വാങ്ങാൻ എത്ര രൂപയാകും? 212 രൂപയാകും അല്ലേ, 212 രൂപ, 212 രൂപ. ഓക്കെ, ദെൻ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായതിന് ടിക്കിടാനാണല്ലേ. ഇതിൽ താഴെ തന്നിട്ടുള്ളതിൽ ശരിയായത് ഏതാണ്? 100 മില്ലി ലിറ്റർ 1 ലിറ്റർ, ദെൻ 1000 മില്ലി ലിറ്റർ 1 ലിറ്റർ ഉണ്ടല്ലേ. അപ്പോൾ അതല്ലേ ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്, ഓപ്ഷൻ ബി. ദെൻ എ, ബി എന്നീ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതുക. ഭിന്നശേഷി സൗഹൃദ സന്ദേശം പകരുന്നതിനായി അജിയും കൂട്ടുകാരും സൈക്കിൾ റാലി നടത്തി. ആദ്യ ദിനം 9 കിലോമീറ്റർ 300 മീറ്റർ സഞ്ചരിച്ചു. സഞ്ചരിച്ച ദൂരം മീറ്ററിൽ എഴുതുക എന്നാണ് അല്ലേ. എത്രയായിരിക്കും കിട്ടുക? 9300 കിട്ടും അല്ലേ. ദെൻ രണ്ടാം ദിവസം 11 കിലോമീറ്റർ 600 മീറ്റർ സഞ്ചരിച്ചു. ആദ്യ 2 ദിനങ്ങളിൽ സഞ്ചരിച്ച ആകെ ദൂരം എത്രയാണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. 20 കിലോമീറ്റർ 900 മീറ്റർ ആണല്ലേ, 20 കിലോമീറ്റർ 900 മീറ്റർ. ദെൻ റാലിയുടെ ഭാഗമായി ആകെ 25 കിലോമീറ്റർ സഞ്ചരിക്കാനാണ് തീരുമാനിച്ചത്. 25 കിലോമീറ്റർ പൂർത്തിയാക്കാൻ ഇനി എത്ര ദൂരം സഞ്ചരിക്കണം എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഇനി എത്ര ദൂരം സഞ്ചരിക്കണം? ഇനി എത്ര ദൂരം സഞ്ചരിക്കേണ്ടി വരും? 25 കിലോമീറ്റർ. ഇനി എത്ര ദൂരം സഞ്ചരിക്കണം? 4 കിലോമീറ്റർ 100 മീറ്റർ അല്ലേ, 4 കിലോമീറ്റർ 100 മീറ്റർ. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായതിന് ടിക്കിടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ തന്നിട്ടുള്ളത് ശരിയായത് ഏതാണ്? അതെ, ഓപ്ഷൻ ഡി ആണല്ലേ. ഇനി 7 മണി കഴിഞ്ഞ് 15 സെക്കൻഡ് ആയപ്പോൾ സൈക്കിൾ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. തന്നിരിക്കുന്ന ക്ലോക്കിൽ ഈ സമയം വരച്ച് ചേർക്കാനാണല്ലേ. നിങ്ങളെല്ലാവരും വരച്ച് ചേർത്തിട്ടുണ്ടല്ലോ. 7 മണി 15 സെക്കൻഡിൽ 7 മണി കഴിഞ്ഞിട്ട് 10, അപ്പോൾ 7 8ൻ്റെ ഉള്ളിലായിട്ട് 15 എവിടെയാണ്? 3ലേക്ക് അല്ലേ, വരച്ചു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൂറിസ്റ്റ് കേന്ദ്രം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള ദൂരം താഴെ തന്നിരിക്കുന്നു. ഇനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുതിരമാളികയിലേക്ക് എത്ര മീറ്റർ ദൂരമുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. എത്ര മീറ്റർ ആയിരിക്കും? അത് 2200 ആണ് അല്ലേ, 2200. ഇനി നോക്കൂ, ഒരു തേജ് നെയ്യാർ ഡാമിലേക്ക് ബൈക്കിലാണ് പോയത്. 17 കിലോമീറ്റർ 500 മീറ്റർ എത്തിയപ്പോൾ പെട്രോൾ പമ്പിൽ നിർത്തി. ഡാമിലേക്ക് ഇനി എത്ര ദൂരം സഞ്ചരിക്കണം? ഇനി എത്ര ദൂരം സഞ്ചരിക്കണം? 11 കിലോമീറ്റർ 500 മീറ്റർ അല്ലേ. 11 കിലോമീറ്റർ 500 മീറ്റർ ദൂരം ഇനിയും സഞ്ചരിക്കേണ്ടതായിട്ടുണ്ടല്ലേ. ഇനി ജിനു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോവളത്തിലേക്ക് പോയി. തിരിച്ച് സ്റ്റേഷനിലെത്തി. ആകെ എത്ര ദൂരം സഞ്ചരിച്ചു? ആകെ എത്ര ദൂരവും സഞ്ചരിച്ചിട്ടുണ്ടാവുക?
24 കിലോമീറ്റർ 800 മീറ്റർ ആണല്ലേ, 24 കിലോമീറ്റർ 800 മീറ്റർ. ഇനി മനുവും കുടുംബവും മൃഗശാലയിൽ 11 മണിക്കെത്തി. 2 മണിക്കൂർ 15 മിനിറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇറങ്ങിയ സമയം ക്ലോക്കിൽ വരച്ച് ചേർക്കുക. ഇറങ്ങിയ സമയം എത്രയാണ്? 1 മണി 15 മിനിറ്റ് ആണല്ലേ. വരയ്ക്കാൻ കൂട്ടുകാർക്ക് അറിയാവുന്നതാണല്ലോ. ഇനി നോക്കൂ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായതിന് ടിക്കിടുക. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? 1ഉം 3ഉം ആണല്ലേ. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, 1ഉം 3ഉം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലേ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരെ? എക്സാം എളുപ്പമായിരുന്നല്ലേ? ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.